ഗണേഷ് കുമാറിനെ പ്രശംസിച്ച് ഹൈബി ഈഡൻ എം.പി. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നയാളാണ് മന്ത്രി. എറണാകുളം KSRTC സ്റ്റാൻഡ് നവീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ താൻ വിശ്വസിച്ചില്ലെന്നും മന്ത്രി KSRTCയുടെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്നും ഹൈബി ഈഡൻ പറഞ്ഞു. നവീകരിച്ച എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ഹൈബി ഈഡന്റെ ഈ പരാമർശം. അതിന്റെ താഴെ കൂടി വെള്ളം പോകുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ മന്ത്രി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ചിലപ്പോ ഉദ്യോഗസ്ഥരായിട്ട് വളരെ പച്ചയ്ക്ക് തന്നെ കാര്യങ്ങൾ പറയും. ചില മന്ത്രിമാരോടും ചിലപ്പോൾ കയറത്ത് സംസാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഈ 13 കോടി രൂപ അനുവദിച്ചത്. മന്ത്രി KSRTCയുടെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ എതിർചേരിയിലുള്ള ആളാണ്, MP ആണ്. MP-യുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു പ്രതികരണം വരുന്നത്. പക്ഷെ അതിലെ യാഥാർത്ഥ്യം അത് തുറന്നു പറയാൻ എന്തായാലും ഹൈബി ഈഡൻ തയ്യാറാവുകയും ചെയ്തു. ഇതിനെയുള്ള ചർച്ചയ്ക്ക് എത്രത്തോളം വഴിവെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിഷ്ണു. പ്രതീക്ഷ വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു പരാമർശമാണ് ഇന്നിപ്പോൾ ഹൈബി ഈഡന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് എറണാകുളം ബസ് സ്റ്റാൻഡിൻ്റെ വർഷങ്ങളായിട്ടുള്ള സ്ഥിതി, അത് പലരും യാത്രക്കാർ അവരുടെ ദുരിതം, ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ദുരിതം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ അതിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹൈബി ഈഡൻ തുറന്ന മനസ്സോടുകൂടി, ഹൈബി ഈഡൻ MP, സ്ഥലത്തെ MP കൂടിയാണ്, അദ്ദേഹം മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിനെ അഭിനന്ദിച്ചിരിക്കുന്നത്. ഇതിൽ ഈ മന്ത്രി, അതായത് KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ വന്ന ഒരു മഴക്കാലത്ത് അന്ന് KB ഗണേഷ് കുമാർ ഇവിടെ ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ അപ്പോഴത്തെ ഒരു സ്ഥിതി അനുഭവിച്ചറിയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു നവീകരണം ചെയ്ത എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നടത്തിയത്. ആ ഒരു വേദിയിലാണ് മേയറും അതുപോലെ തന്നെ മന്ത്രിയും സ്ഥലം MLA കൂടിയായ TJ വിനോദ് ഉൾപ്പെടെയുള്ള ഈ വലിയ ഒരു സദസ്സിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഹൈബി ഈഡൻ MP ഇന്നിപ്പോൾ ഒരു വലിയ ഒരു പ്രസ്താവന നടത്തിയത്. അതിൽ ഈ 2 വർഷം മുൻപ് ഇത്തരമൊരു കാര്യം മന്ത്രി പറയുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പടക്കം ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം പലരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാക്കി കണ്ടിരുന്നില്ല. പക്ഷേ KB ഗണേഷ് കുമാർ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ളൊരു മന്ത്രിയാണ്. അത് ഈ ഒരു കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു നവീകരണം ചെയ്ത, ഉദ്ഘാടനം ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ KSRTCയുടെ ഒരു ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പ്രശംസ അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഇത് രാഷ്ട്രീയ കക്ഷികൾ KB ഗണേഷ് കുമാർ മന്ത്രിയായി വന്ന ശേഷം കഴിഞ്ഞ 2.5 വർഷമായി KSRTCയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ പുതിയ ബസ്സുകൾ, KSRTCയുടെ സ്റ്റാൻഡുകൾ ഇത് നവീകരിക്കുന്നു, പുതിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നു, ആലോചിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് അവിടെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ വരുന്ന ഒരു പ്രശംസ, അതും ഐശ്വര്യമായി KSRTCയിൽ തുടരട്ടെ എന്ന നിലയിലേക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു ദുസ്സൂചന തീർച്ചയായും അതുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു വന്നതും. ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ അത് ഗണേഷ് കുമാറിന് കിട്ടുന്ന ഒരു മൈലേജ് അത് UDFന് ഉണ്ടാകാൻ പോകുന്ന ഒരു തരത്തിൽ ഇത്തരം അവരുടെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ഹൈബി ഈഡൻ തന്നെ ഇത്തരം തുറന്നു പറയുമ്പോൾ അത് ഏതു വിധത്തിൽ അത് എതിർച്ചേരി അത് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പ്രധാനമായും ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ വലിയ ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ നിന്ന് ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു തരത്തിൽ തുറന്നു പറഞ്ഞത് അത് ഹൈബി ഈഡൻ തുറന്നു പറയാൻ കാട്ടിയ മനസ്സ് സാധാരണക്കാരനായിട്ടുള്ള എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മുൻനിർത്തി നടക്കുന്ന ഉദ്ഘാടനങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു വേദിയിൽ വെച്ച് ഇന്ന് MP തുറന്നു പറയാൻ സാധിച്ചത് അത് വലിയ ചർച്ചകളിലേക്ക് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് പോകാമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ മന്ത്രി അടക്കം താൻ ചെയ്ത കാര്യങ്ങൾ ആ വേദിയിൽ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ 2.5 വർഷമായി KB ഗണേഷ് കുമാർ ഈ ഒരു അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ തനിക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളും അതിന്റെ എല്ലാ ഗുണമേന്മകളും എടുത്തു പറഞ്ഞുകൊണ്ടൊരു പ്രസംഗമായിരുന്നു ഇന്നിപ്പോൾ KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം മറ്റോ പിന്നാലെ വന്നോ? MLA അടക്കമുള്ള വേദിയിലാണല്ലോ ഇങ്ങനെ ഒരു സംഭാഷണം.
നിലവിൽ MLA ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗത്തിന് ശേഷമായിരുന്നു ഇന്നിപ്പോൾ ഹൈബി ഈഡന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഹൈബി ഈഡൻ പറയുന്നത് താൻ ഇങ്ങനെ വലിയ ഒരു പ്രസംഗമൊന്നും നടത്താൻ തയ്യാറായി ഉള്ള ഒരു നിലയിലായിരുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ പറയണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഹൈബി ഈഡൻ പറയുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഒരു നല്ല വശം കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആരും തൽക്കാലം അത് മിണ്ടാതെ ഇരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇത് വാർത്തയാവുന്നതോടുകൂടി അല്ലെങ്കിൽ പുറത്തു വരുന്നതോടുകൂടി വലിയ രീതിയിൽ ഇതൊരു ചർച്ചയാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അഭിനന്ദനം അത് KB ഗണേഷ് കുമാറിന് ഹൈബി ഈഡൻ MLA നൽകിയത് അത് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് അത് പ്രതികരണങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയേക്കാവുന്ന ഒരു സംഭാഷണമാണ് കോൺഗ്രസ് MP യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗണേഷ് കുമാറിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഹൈബി ഈഡൻ.